ഗൈസ് നമുക്ക് ഓണം ഗെറ്റ് റെഡി വിത്ത് മീയിലേക്ക് പോവാം. ഫസ്റ്റ് ഞാൻ സ്കിൻ കെയർ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ടോണർ തേച്ചതിന് ശേഷം ഞാൻ പിന്നെ സെറമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. വിത്ത് മോയ്സ്ചറൈസർ ചെറിയ ഡ്രോപ്പ് മതി. ഇനി സൺസ്ക്രീൻ തേക്കാം. ത്രീ ഫിംഗർ റോളൊന്നും ഇപ്പം തേക്കാനുള്ള ടൈമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തേക്കുന്നത്. ഓക്കെ, സോ ഇനി മേക്കപ്പിലൊക്കെ കിടക്കാം. ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ഇബയുടെ ഫേസ് പ്രൈമറാണ് കേട്ടോ. മേക്കപ്പ് യൂസ് ചെയ്യുമ്പോൾ മാത്രം ഇങ്ങനത്തത് യൂസ് ചെയ്യലുള്ളൂ, അല്ലാത്ത സമയത്ത് ഈ വക സാധനങ്ങളൊന്നും യൂസ് ചെയ്യലില്ല. ഓക്കെ, അപ്പം ഞാൻ പ്രൈമർ എടുത്തിട്ട് ജസ്റ്റ് ഇത് ഞാൻ എൻ്റെ കയ്യിലത് ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് ഇട്ടിരി എന്നുള്ള ആ ഒരു ഇത് വരുന്നില്ല, കാരണം ഇത് ഭയങ്കര നല്ലൊരു പ്രൈമറാണ് കേട്ടോ. ഇതിൻ്റെ ഇത് എങ്ങനെയെന്ന് ഞാനൊക്കെ പറയാൻ പറ്റുന്നില്ല. ഭയങ്കര മാറ്റ് ഫിനിഷ് പോലെ ആട്ടോ തരുന്നത്. ഭയങ്കര നമുക്ക് സ്കിൻ തൊടുമ്പോൾ തന്നെ ഭയങ്കര ഒരു സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് കൺസീലർ ഇടാം കേട്ടോ. സോ ശരിക്കും ബ്ലെൻഡ് ചെയ്ത് കയ്യിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്യാം, പക്ഷെ ഞാനിപ്പം ഡയറക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇന്ന് കുറച്ച് ഓവറായാലേ പറ്റത്തുള്ളൂ. കുറച്ച് ഓവറായാൽ ഈ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സൊക്കെ നമുക്ക് ഫേഡ് ചെയ്യിപ്പിക്കണം. കുറച്ചുകൂടെ നമുക്കൊരു പരിപാടിയിൽ ഉണ്ടാകുന്ന സമയത്ത് എനിക്കറിയില്ല മുഖത്ത് വീടുന്നല്ലോ കുരുവെല്ലാം വരും. സോ ഇത് കൺസീലർ ബ്രഷാണ്. ഇതിനെക്കൊണ്ട് നമുക്ക് മൊത്തം ബ്ലെൻഡ് ചെയ്യിപ്പിച്ചെടുക്കണം. എനിക്ക് കണ്ണാടി നോക്കിയിട്ട് എത്തുന്നില്ല, സോ ഞാൻ ഒരു സ്മോൾ മിറർ വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെ. കാണുന്നില്ല, അപ്പോൾ ക്യാമറ കാണില്ല. അങ്ങോട്ടേക്ക് പോയാൽ ഭയങ്കര ഒരു കേക്കി ഫീൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പോഞ്ചിൽ കുറച്ച് ഹാഫ് വെറ്റായിട്ട്, ഭയങ്കര വെറ്റായിക്കൂടാ, ഒരു ഹാഫ് വെറ്റായിട്ടാണ് ഞാൻ പൊതുവെ ബ്ലെൻഡ് ചെയ്യൽ. ഓക്കെ, കൺസീലർ ബ്രഷാണത്, അതുകൊണ്ട് കൺസീല് മാത്രം അതിനെക്കൊണ്ട് ചെയ്യാം. മറ്റ് ബ്ലെൻഡിങ് ഒക്കെ നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഉള്ളത് സ്പോഞ്ചാണ്. കണ്ടോ, ഇതിൽ നമുക്ക് വേണ്ട ഇത് ഇപ്പം ഞാൻ ഇതിലേക്ക് വെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതാക്കുന്ന സമയത്ത് എക്സസ് ആയിട്ടുള്ളതെല്ലാം നമുക്ക് ഇതിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കുട്ടിയിട്ട പോലെ ഉണ്ടാവില്ല. എനിക്കൊന്ന് ഐ ഷാഡോ തേക്കണം എന്നുണ്ട്, ഇടണം എന്നുള്ളത്. എൻ്റെ സ്വിസ് ബ്യൂട്ടീൻ്റെ ഐ ഷാഡോ പാലറ്റാണ്. കൊള്ളാവോന്ന് അറിയില്ല, കുറേ ഐ ഷാഡോ ഒക്കെ തേച്ചിട്ട്. അപ്പോൾ നമുക്ക് ഐ ഷാഡോ തേക്കാം. ഓക്കെ, സോ എൻ്റെ ഡ്രസ്സിൻ്റെ കളറ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു കളറാണ്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഇങ്ങനെ എടുക്കുന്നു. ടപ്പ് 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 ടപ്പ്. ഇതിൽ നിന്ന് ഇനിയും കളയാനുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത മാതിരിക്ക് എടുക്കണം. ഞാൻ ഐ ഷാഡോ ഇട്ടിട്ടുണ്ട്, എത്ര മതി. ഇനി വേണമെങ്കിൽ ഇതന്നെ ഇപ്പോൾ ഓവറായെന്ന് തോന്നുന്നു എനിക്ക്. നോക്കാം. സോ ഇനി അടുത്ത ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഐബ്രോ ഒന്ന് എനിക്ക് ജസ്റ്റ് ഷേപ്പ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്യാം. ഐബ്രോൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങും. എന്നിട്ടിതാ ഇവിടെ ജസ്റ്റ് ഒന്ന് ലൈൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പകുതിയിൽ നിന്ന് ചിലപ്പോൾ ലാസ്റ്റ് ഞാൻ മായ്ച്ച് കളയും, ബട്ട് സ്റ്റിൽ ഇപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ആക്കുക. ലാസ്റ്റ് നമ്മൾ സ്പൂലി വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട്
അതൊന്ന് കളയാം. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് വീണ്ടും ഇങ്ങനെ എടുക്കാറുണ്ട്. എനിക്ക് എക്സസ് ആയിട്ട് അല്ലെങ്കിൽ തോന്നിയാൽ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. സോ നമ്മൾ വരച്ച പോലെ തോന്നില്ല, എന്നാൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാതിരിക്ക് വരും. തൽക്കാലം ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് ഇട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കി ഇതായിക്കൊണ്ട് ചെയ്യാം. ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. സോ കണ്ണിൻ്റെ മേലെ എഴുതാം നമുക്കിപ്പം, പിന്നെ അതിന് ശേഷം നമുക്ക് താഴെ എഴുതാം. സോ ആദ്യം നമുക്ക് മേലെ എഴുതാം. കുറേ കാലമായി കൺമിഷൊക്കെ എഴുതിയിട്ട് അതുകൊണ്ട് ഭയങ്കര കണ്ണതിങ്ങനെ കത്തുന്നു. മേലെ എഴുതാൻ എനിക്ക് ക്യാമറ നോക്കി പറ്റൂല. സോ എനിക്ക് കണ്ണാടി നോക്കണം. ഓക്കെ, കണ്ണെഴുതി. ഇനി നമുക്ക് ബ്ലഷ് ഇടാനുണ്ട്, ലിപ്സ്റ്റിക്ക് തേക്കാനുണ്ട്. ഓക്കെ, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലഷ്. നമുക്ക് കുറച്ച് ഹൈലൈറ്റർ ഇടാം കേട്ടോ. ഐബ്രോന് കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ഷെയ്ഡാണ് ഇതൊന്ന് ഹൈലൈറ്റർ. എനിക്ക് ഇതാണ്. ഓക്കെ, ഇതൊന്ന് മാത്രം ഇങ്ങനെ കാണാത്ത മാതിരിക്ക് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്യും. ഞാൻ പിന്നെ ഇത് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, നോസിന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് അതൊന്ന് ഞാനിങ്ങനെ ബ്ലെൻഡ് ചെയ്യൽ നോസിങ്ങനെ അങ്ങനെ ഡിഫൈൻ ചെയ്ത് ബ്ലെൻഡ് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് കം ടു ലിപ്സ്റ്റിക്. ഇതെനിക്ക് നല്ല പേടിയുണ്ട്, കാരണം അങ്ങനെ ഇതങ്ങനെ കുറച്ച് ഇട്ടാൽ തന്നെ ഇത് കൂടുതൽ ഇട്ട പോലത്തെ. ഓക്കെ, ഇപ്പോൾ ഏകദേശമായി. ഇനിയിപ്പോൾ പൊട്ട് തൊടണം. കുറച്ച് വലുത്. ഓക്കെ, ഇനി കമ്മലിടാം. നമുക്ക് വളയിടാം. ഞാനൊരു 2 കയ്യിലായിട്ടാണ് കേട്ടോ ഇടുന്നത്. നമുക്ക് മുല്ലപ്പൂ കൂടി വെച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് ഇവിടെ കഴിയും. മുല്ലപ്പൂ എങ്ങനെ വെക്കേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. അപ്പം പൂ കൂടി ചൂടിയതിന് ശേഷം ഞാൻ ലാസ്റ്റ് ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരും hope you guys enjoy my video. If you like my video, do like, share and subscribe my YouTube channel. Okay, bye.